ഞാൻ ആദ്യം ഈ മട്ടനും വെള്ളയപ്പമാക്കാനോ പറയുന്നത് ആപ്പം മുതൽ അങ്ങോട്ട് എല്ലാവരും പോയി നെയ്യപ്പം അപ്പൊ അതുകൊണ്ട് ഞാനെന്താക്കി ഞാൻ നേരെ തിരിച്ചു അപ്പൊ പിന്നെ ഇവരെല്ലാവരും അതിലേക്ക് വരുമല്ലോ. അല്ല വാട്ടിന്റെ ഞാൻ പറഞ്ഞു ബിരിയാണി ഞാൻ രണ്ടാളെയും ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിനവർക്ക് ഒരു ചെറിയ മട്ടത്തിൽ കൊടുത്ത് എല്ലാം റെഡിയാക്കി അവരെ വിട്ടിട്ട് ഇവരെല്ലാരും ബിരിയാണി വാങ്ങിച്ചു അമ്മേന്റെ പേരൊന്നും പറഞ്ഞിട്ടൊന്നും അതൊന്നും നിഷേധിക്കാൻ പറ്റില്ല. ആള് വരുന്നത് ആ ഫംഗ്ഷൻ അമ്മേന്റെ പേര് കൊണ്ട് അറേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുത്തിരിക്കും. പാട്ടിയത് പറയാതിരുന്നത് നീ നോക്കണ്ട. അത് അതില് ഒരു ന്യായം നമുക്ക് പറയാനുള്ളത് വാട്ടി ബിൽഡിംഗ് കയറി പോയതാണ്. ന്യായം പറയാനുള്ളത് കണ്ടിട്ട് നമ്മളോട് ആരെങ്കിലും പറഞ്ഞോട് നിങ്ങളൊരു പോളിറ്റ് ബ്യൂറോ മെമ്പേഴ്സിന്റെ അടുക്കൽ ഇവരെ ഡയറക്ട് കൺട്രി ഇല്ല. എന്നാലും ഏകദേശം ഇതെല്ലാം വന്ന് ഈ അവസരത്തിൽ വന്നിട്ട് വാട്ടിയിലേക്ക് ഇത് പറഞ്ഞിട്ട് നമ്മളെല്ലാം വരുമ്പം അവർക്ക് പിന്നെ എന്താ കൊടുക്കണ്ടേ? ഞാനത് കടന്നു ചിന്തിക്കുന്നതല്ല, അതിനെല്ലാം ഒരു ന്യായവീതിയുണ്ട്. ഇത് ഇതെങ്ങനെയെന്ന് പറഞ്ഞു അവർ ഇത് നമ്മുടെ അപ്രൂവലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 20-ാം തീയതി മോതിരം മാറലായിക്കൂടെ? അല്ല, മോതിരം മാറുന്നതിന് നമുക്ക് യോജിപ്പേ ഉള്ളൂ. കാരണം എന്താന്ന് പറഞ്ഞാല് ഇത് നമ്മള് വർത്താനം പറഞ്ഞിട്ട് മോതിരം മാറുന്നതിന് മോതിരം മാറുന്നതായാലും നിശ്ചയായാലും എല്ലാം ഉണ്ടാക്കേണ്ടതാണ് കാര്യമല്ലോ. നമ്മളൊന്ന് മോതിരം മാറലെന്ന് പറയുമ്പോ നമ്മള് ഈ പറയുന്ന ആള് കണ്ടോണ്ടേ എക്സ്ചേഞ്ച് അല്ലേ, റിംഗ് എക്സ്ചേഞ്ച് അല്ലേ സംഭവിക്കും. എക്സാം ഉണ്ടെന്ന് വെച്ചോ, 13-ാം തീയതി എൻഗേജ്മെന്റ്, 13-ാം തീയതി എൻഗേജ്മെന്റോ അല്ലെങ്കിൽ കല്യാണം അല്ല 13-ാം തീയതി അല്ല, അതെ റിസപ്ഷൻ ദിവസം നടത്തിയാൽ സൗകര്യം എപ്പോ വേണ്ടിക്കും നിശ്ചയിക്കാം. മോതിരം മാറുമ്പോൾ അല്ല, മോതിരം മാറില്ല കഴിഞ്ഞിട്ട് ഇപ്പം എക്സാം അങ്ങനെ പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ വിഷമങ്ങളൊന്നുമില്ല. വല്ലാതെ എണ്ണി കൊടുക്കണ്ട. ഞാനിത് രാവിലെ തന്നെ പറഞ്ഞില്ലേ ശരി തന്നെ. പക്ഷേ ഇപ്പൊ ഓട് പറയില്ല മോതിരം മാർഗം പറഞ്ഞു കഴിഞ്ഞാല് അത് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം. അപ്പൊ ഇവരെ സർപ്പാസ് ചെയ്ത് മോതിരം മാറൽ എന്ന് പറയുമ്പോ ഇവര് കടന്നു